ഹലോ ഗായ്സ്, ഞാൻ എന്താ പൊക്കോണ്ടിരിക്കുവാണ്, ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. സൺഡേ ആയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഫാമിലി ആയിട്ടൊന്ന് ചുമ്മാ ഒന്ന് വെളിയിലോട്ട് ഇറങ്ങാന്ന് വെച്ചു. പിന്നെ വെറുതെ വീട്ടിൽ ഇരിക്കുമല്ലേ, ഇന്ന് ആണെങ്കിൽ ഓഫീസും ഇല്ല, വർക്കും കാര്യം വേറെ ഒന്നും ഇല്ല. അങ്ങനെ അങ്ങ് പോയാൽ നിർത്തു. പിന്നെ ഇത്ര ഒരുങ്ങിയൊക്കെ നിൽക്കുമല്ലേ, എന്നാൽ പിന്നെ ഒന്ന് ഷൈൻ ചെയ്തേക്കാന്ന് ഓർത്ത്, ഒന്ന് ചില്ലാന്ന് ഓർത്തു. അതിൻ്റെ കൂടെ ഒരു ടോപ്പിക്കും കൂടെ വേണമല്ലോ, സോ അതും കൂടെ പറയാമെന്ന് വെച്ചു. കുറച്ച് ദിവസമായിട്ട് വീഡിയോ എടുക്കണമെന്ന് വെച്ചിരുന്നു, പക്ഷേ എൻ്റെ മൂഡൊന്നും അത്ര ശരിയല്ലായിരുന്നു. എനിക്ക് കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഇപ്പോഴാണ് ഞാനൊന്ന് ഓക്കെ ആയത്, സോ അങ്ങനെ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് ആൾക്കാർ ഞാൻ ലൈഫിൽ കണ്ടിട്ടുണ്ട്. അപ്പം എന്നെ അറിയാവുന്ന ആൾക്കാരായാലും, ഇപ്പം ലൈക്ക് എൻ്റെ ഫ്രണ്ട്സ് ആയാലും, അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ എൻ്റെ കസിൻസ് ആയാലും, അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരായാലും, അതിൽ പല സ്ഥലത്ത് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഒത്തിരി നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ എല്ലാം പ്രോബ്ലംസ് എന്നോട് പറയും, സാധനം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ, ഇതൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഫാമിലി ആയിട്ടുള്ള ബേസ് ഉള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഗായ്സ് നിങ്ങളോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇഷ്യൂസ് വരുമ്പം നമ്മൾ അതിനെ ഫേസ് ചെയ്യുക, അതൊരു ചലഞ്ചായിട്ട് മാത്രം കാണുക. അപ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എല്ലാത്തിനും നല്ലതിന് വേണ്ടി, എല്ലാം ഒരു പരീക്ഷണം പോലെയാണ് ലൈഫ് എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെ നമ്മളത് മൂവ് ഓൺ ചെയ്യുക. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനെ നൈസായിട്ട് ഡീൽ ചെയ്ത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെയ്യുക, അല്ലാത്ത കാര്യം വിട്ടേക്കുക. പിന്നെ പല ആൾക്കാരും പല ക്യാരക്ടറാണ്, പല സ്വഭാവമാണ്. അതൊക്കെ ഞാൻ ജീവിതത്തിൽ തൊട്ടറിഞ്ഞ ഒരാളാണ്. ജീവിതത്തിൽ എന്താണ് അതൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരാളാണ്. കാരണം ഞാൻ പല സന്ദർഭങ്ങളിലും പലയിടത്തും ഞാൻ പോയിട്ടുമുണ്ട്. പിന്നെ നമ്മൾ സ്കൂളും കോളേജും എല്ലായിടത്തും നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ പല ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. സോ അങ്ങനെ നമുക്ക് ആരെയും ഇപ്പം നമുക്ക് നന്നാക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ സ്വയമായിട്ട് നമ്മൾ നന്നാകാൻ നോക്കുക, നമ്മൾ നന്നാകാൻ ശ്രമിക്കുക, നമ്മൾ നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്. പിന്നെ നമുക്ക് എന്താണ് ഹാപ്പി ആയിട്ട് തോന്നുന്നത്, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക. പിന്നെ അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നു വെച്ചാൽ 2025 എന്ന് പറഞ്ഞ് ഞാൻ നേരത്തെ ഒരു വീഡിയോ എടുത്തപ്പോഴും പറഞ്ഞല്ലോ, എനിക്ക് എന്തോ ഒരു ഹാപ്പിനെസ് പോലെ. ഇപ്പോൾ ഇൻസ്റ്റ എടുത്ത് നോക്കിയാലും എനിക്ക് അങ്ങനത്തെ ഒരു റീൽസ് പോസ്റ്റും കാര്യങ്ങളാണ് കാണുന്നത്. ഫുൾ ഒരു ജോളി സമയമാണ്, ഫുൾ സക്സസ് ആണ്, ഫുൾ ഹാപ്പിനെസ് വരുന്നൊരു സമയമാണ്. അപ്പം നമുക്ക് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹാപ്പിനെസ്സും കാര്യങ്ങളും വരാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെല്ലാം ഒരു ഭാഗങ്ങളായി ഈ പ്രശ്നങ്ങളെന്ന് പറയാം. പ്രശ്നം വരുന്ന എന്തുകൊണ്ടാണ്, നമ്മുടെ ലൈഫ് ഹാപ്പി ആകാൻ വേണ്ടി തന്നെയാണ്. അതിൽ ഓരോ ലെസൺസ് എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയാണ്, അല്ലേ? സോ അങ്ങനെ നമ്മൾ നന്നായി പോവുക. പിന്നെ നമ്മുടെ കരിയറിൽ ശ്രദ്ധിക്കുക, നമ്മുടെ ഫാമിലിയെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്ക് ഫാമിലിയാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ്. നമുക്ക് നാട്ടുകാരെക്കാളും നമുക്ക് ഏറ്റവും കൂടുതൽ വെച്ചാൽ നമ്മുടെ ഫാമിലിയാണ്. അവരെ നമുക്ക് കൂടെ ഉണ്ടാകത്തുള്ളൂ. ഈ പറയുന്ന ആൾക്കാരൊന്നും നമുക്ക് കൂടെ കാണണമെന്നില്ല. സോ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജോളിയായിട്ട് പോവുക. ആരെ ഓർത്ത് നമ്മൾ ദുഃഖിക്കേണ്ട കാര്യങ്ങളില്ല. അപ്പം എനിക്ക് പലരോടും പറയാനുള്ള കാര്യം എനിക്കറിയാം. കാര്യം പേഴ്സണൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഊഹിക്കാവുന്ന പലരുടെയും കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ട് അങ്ങനെ ആരെയും കുറിച്ച് ഓർത്ത് നമ്മൾ വറീഡാവേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇത്ര ഇറങ്ങി പഠിച്ചിറങ്ങി, നമ്മൾ ഹാപ്പിയാണ്, ടാലൻ്റാണ്, നമ്മൾ നമ്മുടെ പൈസയും കൊണ്ട് നമ്മൾ ജീവിക്കുന്നു, അധ്വാനിക്കുന്നു, പോകുന്നു, വരുന്നു. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഹാപ്പിനെസ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ. എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ അറിവിലുള്ള ആൾക്കാർ മാത്രമേ, അറിയാൻ മേലാത്തവരായാലും ആരായിക്കോട്ടെ, അപ്പം എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, ജോലിയുണ്ട്, എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ സാഹചര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഉള്ള ഹാപ്പിനെസ് നമ്മൾ നന്നായിട്ട് പോവുക. ചെറിയൊരു സർക്കിൾ ഉണ്ടെങ്കിൽ അത്രയും മതി. അപ്പം അങ്ങനെ അങ്ങ് പോവുക. പിന്നെ ഈ കോട്സും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ചിന്തിക്കുക. സാധനം എന്തൊക്കെയാണ് പറഞ്ഞ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലൊന്ന് ചിന്തിക്കുവാണെങ്കിൽ നമുക്കൊന്നുകൊണ്ട് പേടിക്കണ്ട. ഹാപ്പി ആയിട്ട് പോവുക, ചില്ലായിട്ട് പോവുക. ലൈഫ് എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ. ഒന്നിനെ കുറിച്ച് പറയാവേണ്ട കാര്യമില്ല. ഇതൊക്കെ എല്ലാം ഒരു തക്ക സമയമാകുമ്പം ഇതെല്ലാം വന്നിരിക്കും നമുക്ക്. ഇതൊക്കെ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ കാര്യങ്ങൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത് തീർക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യത്തോട്ട് നമ്മൾ പോവുക. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. ലവ് യു ഓൾ, ബൈ.